മലയാളികൾക്ക് എക്കാലവും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച കൂട്ടുകെട്ടാണ് കമൽ ശ്രീനിവാസൻ കോംബോ. പാവം പാവം രാജകുമാരൻ, മഴയെത്തും മുമ്പ്, അഴകിയ രാവണൻ, അയാൾ കഥ എഴുതുകയാണ് തുടങ്ങിയ ചിത്രങ്ങൾ ഈ കൂട്ടുകെട്ടിലൂടെ മലയാളികൾക്ക് ലഭിച്ചു. മഴയെത്തും മുമ്പയുടെ വൻ വിജയത്തിന് ശേഷം കമൽ ശ്രീനിവാസൻ, മമ്മൂട്ടി എന്നിവർ ഒന്നിച്ച സിനിമയാണ് അഴകിയ രാവണൻ. റിലീസായ സമയത്ത് ബോക്സ് ഓഫീസിൽ പരാജയം രുചിക്കേണ്ടി വന്ന സിനിമയായിരുന്നു അഴകിയ രാവണൻ. കാലങ്ങൾക്ക് ശേഷം ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു. ചിത്രത്തിലെ പാട്ടുകളും കോമഡികളും ഇന്നും പലരുടെയും ഫേവറേറ്റാണ്. വിദ്യാസാഗറിന്റെ ആദ്യ മലയാള സിനിമ കൂടിയാണ് അഴകിയ രാവണൻ. തന്റെ സിനിമകളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് അഴകിയ രാവണൻ എന്ന് കമൽ പറഞ്ഞു. ചിത്രത്തിൽ ആരും മറക്കാത്ത കഥാപാത്രങ്ങളിൽ ഒന്നാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ച നോവലിസ്റ്റ് അംബുജാക്ഷൻ. മമ്മൂട്ടി അവതരിപ്പിച്ച ശങ്കർദാസിനോട് തന്റെ നോവൽ സിനിമയാക്കണമെന്ന് പറയുന്ന സീനിനെ കുറിച്ച് സംസാരിക്കുകയാണ് കമൽ. ഒറ്റ ഷോട്ടിലാണ് ആ സീൻ എടുത്തതെന്ന് കമൽ പറഞ്ഞു. എന്നാൽ എഡിറ്റിംഗിന്റെ സമയത്ത് ആ സീൻ വല്ലാതെ ലെങ്തിയാണെന്നും അത് വെട്ടിക്കളയാനും പലരും തന്നോട് പറഞ്ഞതായി കമൽ കൂട്ടിച്ചേർത്തു. ആ സീനിലെ ഹ്യൂമർ അന്ന് പലർക്കും മനസ്സിലായില്ല. തനിക്കും ശ്രീനിവാസനും ആ സീൻ വളരെയധികം ഇഷ്ടമായതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ലെന്ന് കമൽ പറഞ്ഞു. പിൽക്കാലത്ത് ആ നോവലിനെ ആസ്പദമാക്കി ഒരു സിനിമ തന്നെ ഉണ്ടായെന്നും കമൽ കൂട്ടിച്ചേർത്തു. കൗമുദി മൂവീസിനോട് സംസാരിക്കുകയായിരുന്നു കമൽ. ആ സിനിമയിലെ പല ഹ്യൂമറും അന്നത്തെ കാലത്ത് പലർക്കും മനസ്സിലായി. വേദനിക്കുന്ന കോടീശ്വരൻ എന്ന ഡയലോഗിൽ എന്താണ് കോമഡി എന്ന് മമ്മൂക്ക എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലെ ഏറ്റവും വലിയ കോമഡി സീനുകളിൽ ഒന്നായിരുന്നു ശ്രീനിവാസന്റെ കഥാപാത്രം നോവലിന്റെ കഥ പറയുന്ന സീൻ. ശങ്കർദാസ് സിനിമ എടുക്കുമ്പോൾ തന്റെ നോവൽ സിനിമയാക്കാൻ വേണ്ടി അംബുജാക്ഷൻ നടത്തുന്ന ശ്രമമാണത്. ഒറ്റ ഷോട്ടിലാണ് ആ സീൻ എടുത്തത്. ട്രോളിയിൽ ക്യാമറ വെച്ച് ആ സീൻ എടുത്തു തീർത്തു. എഡിറ്റിംഗിന്റെ സമയത്ത് ആ സീൻ ഭയങ്കര ലാഗാണെന്ന് പലരും പറഞ്ഞു. അത് കട്ട് ചെയ്ത് കളയാൻ കുറെ പേർ എന്നോട് ആവശ്യപ്പെട്ടു. അവർക്കതിലെ ഹ്യൂമർ മനസ്സിലായില്ല. പിന്നീട് കുറെ കാലത്തിന് ശേഷം ആ നോവലിന്റെ പേരിൽ ഒരു സിനിമ തന്നെ ഉണ്ടായി, കമൽ പറഞ്ഞു.